ചേട്ടാ നിന്റെ കല്യാണം റെഡിയായി. പിന്നല്ലാണ്ട് എന്റെ കൂടെ അമേരിക്കയിൽ വർക്ക് ചെയ്യുന്ന കുട്ടിയാ. അമേരിക്കയിൽ ജനിച്ചു വളർന്ന നല്ല അസൽ മലയാളി കുട്ടി. അല്ല ആഫ്രിക്കൻ. അത് വിട്, ഇവളെ കെട്ടിക്കഴിഞ്ഞോണ്ടല്ലോ മോനെ നിനക്കും എനിക്കും പിന്നെ ഇവന്റെ വളരെയാണെങ്കിൽ ഇവനും ഗുണമുണ്ട്. എന്ത് വളരെയാണെങ്കിൽ യൂട്യൂബ് ചാനലിൽ അവൾ ഇൻഫ്ലുവൻസ് 1 മില്യൺ ഫോളോവേഴ്സ് യൂട്യൂബില്. 1 മില്യണോ? പിന്നല്ലാണ്ട് അതുപോലെ 10-40 ആക്ടേഴ്സായിട്ട് കൊളാബുള്ള കൊച്ചാ. എന്നിട്ടാണല്ലേ എന്തായാലും കിട്ടിയത് നോക്കുന്നത്. നിന്റെ തന്തെ കൊണ്ട് കിട്ടണ പറ്റി. എടാ അതല്ല കൊളാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നിന്റെ പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവള് റിവ്യൂ ചെയ്ത് തരും. ഇങ്ങനെ ഞാൻ ഒരു പ്രൊഡക്റ്റ് കാണിച്ചിട്ട് അവൾ എന്താ പറഞ്ഞെന്നറിയും. പിന്നെ എനിക്ക് അറിയാം. വാവ് വണ്ടർഫുൾ എന്ന്. എന്താടാ കാണിച്ചത്? മറ്റേ കരിവേലി ഗ്രീസ് ഇട്ടുണ്ടാക്കിയ പുതിയ ഓയിലില്ലേ എന്റെ ആ തേച്ച വടി പോലെ നിൽക്കുമ്പോ എന്ത് കുട്ടി അത് ഹെയർ സ്ട്രീറ്റ്നിങ് ഓയിൽ അല്ലേ? എന്തായാലും അതല്ലേ. നീ എന്താ ആലോചിക്കുന്നേ? ഒന്നും ആലോചിക്കണ്ട. എടാ നീ ഇവളെ കെട്ട് എന്നിട്ട് വേണം ഇരിക്കുന്നു ചോദിക്കാൻ. എന്തെന്ന് കല്യാണം കാണുമ്പോ കിട്ടുന്ന ഒരു സുഖം അങ്ങനെ ചാറ്റൊക്കെ ചെയ്യുന്നതിന് മുന്നേ കൊച്ചിനൊന്ന് കാണാൻ. കാണാം. പുള്ളിക്കാരി അങ്ങനെ നോർമലി ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒന്നും ഇല്ല. പിന്നെ കാണാൻ പുള്ളിക്കാരി ഫാൻസിനോട് മാത്രം സംസാരിക്കാനായിട്ട് ഒരു ചെറിയ പേജ് ഉണ്ട്. അതിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറി ഫാൻസിനോട് സംസാരിക്കും. ഫാൻസ് ഉള്ളി അങ്ങനെ എന്തോ ഒരു പേജാ. ഫാൻസ് ഉള്ളിയോ? അങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ടോ? ഉണ്ടോടാ കൊച്ചുകൊണ്ടേ? ഒൺലി ഫാൻസ് ആണോ? അത് തന്നെ ഒള്ളി ഫാൻസ്. ഒള്ളി